നമസ്കാരം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവരാരുണ്ടാകും അല്ലേ? ചില കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം താനെ വരും എന്നാണ് പറയപ്പെടുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് കാണിക്കുന്ന ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യത്തേത് രുദ്രാക്ഷമാണ്. പലരും ഇത് മാലയായിട്ട് ഇടാറുള്ളത് കാണാറില്ലേ? പക്ഷേ വീട്ടിലൊരു രുദ്രാക്ഷം ഉണ്ടെങ്കിൽ അത് ആ വീടിനൊരു കവചം പോലെയാണ്. നെഗറ്റീവ് എനർജി ഇത് പടിക്ക് പുറത്ത് നിർത്തുകയും ചെയ്യുന്നു. ഒരെണ്ണം വാങ്ങി പൂജാമുറിയിലോ ഒരു ചില്ല് പാത്രത്തിലോ വെച്ചാൽ മതി. വീടിനുള്ളിൽ ഒരു പ്രത്യേക ശാന്തത വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി കഴിയും. രണ്ടാമത്തേത് ഭസ്മമാണ്. ഭസ്മം എന്ന് കേൾക്കുമ്പോൾ വെറും ചാരമാണെന്ന് വിചാരിക്കരുത്. അത് പവിത്രതയുടെ അടയാളമാണ്. ദിവസവും കുളി കഴിഞ്ഞിട്ട് അല്പം ഭസ്മം എടുത്ത് തൊടുമ്പോൾ കിട്ടുന്ന ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടില്ല. പൂജാമുറിയിൽ എപ്പോഴും കുറച്ച് ഭസ്മം കരുതുന്നത് മഹാദേവനെ എപ്പോഴും ഓർക്കാൻ ഞങ്ങളെ സഹായിക്കും. മൂന്നാമത്തേത് കൂവളമാണ്. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കൂവളത്തില കൊടുക്കാറില്ലേ? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു കൂവളം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് കൂവളത്തിൻ്റെ ഇല വീട്ടിൽ കൊണ്ടുവരുന്നതും പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് ഐശ്വര്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. നാലാമത്തെ കാര്യം ശിവലിംഗമാണ്. വലിയ വിഗ്രഹങ്ങൾ തന്നെ വേണമെന്നില്ല. നമ്മുടെ വിരലിൻ്റെ അത്രയും പോകുന്ന ഒരു ചെറിയ ശിവലിംഗം പൂജാമുറിയിൽ വെക്കുന്നത് ആ വീട്ടിലെ വൈബ് തന്നെ മാറ്റുകയും ചെയ്യും. ദിവസവും അതിൽ അല്പം വെള്ളം ഒഴിക്കുന്നത് മനസ്സിനും വീടിനും ഒരു നല്ല തണുപ്പ് നൽകുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ കാര്യം നന്ദിയാണ്. ശിവൻ്റെ കൂടെ എപ്പോഴും നന്ദി ഉണ്ടാവും. അതേപോലെ വീട്ടിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ നന്ദി വിഗ്രഹവും വെക്കാം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മഹാദേവൻ്റെ അടുത്ത് വേഗം എത്താൻ വേണ്ടിയിട്ട് നന്ദി സഹായിക്കും എന്നാണ് വിശ്വാസം. അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു കുഞ്ഞു നന്ദി വിഗ്രഹമെങ്കിലും വെക്കുക. പിന്നെ ആറാമത്തേത് ഡമരുവാണ്. ഡമരുവിൻ്റെ ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അത് വീട്ടിലുണ്ടെങ്കിൽ തന്നെ മനസ്സിനുള്ളിലെ പേടിയും ടെൻഷനും മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഡമരു. വെറുതെ ഒന്ന് അത് ശബ്ദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം തോന്നും. വീടിനുള്ളിലെ മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അത് ബെസ്റ്റാണ്. ഏഴാമത്തേത് തൃശൂലമാണ്. തൃശൂലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരുവിധ ആയുധമാണെന്ന് വിചാരിച്ച് പേടിക്കണ്ട. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, തൃശൂലം എന്ന് വെച്ചാൽ അറിയാലോ. ഇത് നമ്മുടെ വീട്ടിലുള്ള മോശം നേട്ടങ്ങളെ തടയുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ്. ചെറിയൊരു തൃശൂലം പൂജാമുറിയിലോ വാതിലിനടുത്തോ വെക്കുന്നത് ഒരു ധൈര്യമാണ്. എട്ടാമത്തെ കാര്യം ഗംഗാജലമാണ്. ഗംഗാജലം വീട്ടിലുണ്ടെങ്കിൽ ആ വീട് എപ്പോഴും ശുദ്ധമായിരിക്കും. വീട്ടിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെന്ന് തോന്നുമ്പോൾ കുറച്ച് ഗംഗാജലം വീടിനുള്ളിൽ തളിച്ച് നോക്കുക. വലിയൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത് പോസിറ്റീവ് എനർജിയുടെ ഉറവിടം തന്നെയാണ് ഗംഗാജലം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒമ്പതാമത്തേത് ചെമ്പ് പാത്രങ്ങളാണ്. പണ്ടൊക്കെ എല്ലാവരും ചെമ്പ് പാത്രത്തിലല്ലേ വെള്ളം വരെ കുടിച്ചിരുന്നത്. അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. മഹാദേവൻ്റെ പൂജയ്ക്കും ചെമ്പാണ് പ്രാധാന്യം. വീട്ടിലെ ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ നല്ല ഐശ്വര്യവും ആരോഗ്യവും ഒരുപോലെ വരുത്താൻ വേണ്ടി സഹായിക്കും. അവസാനത്തത് ഓം എന്ന ചിഹ്നമാണ്. വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്കൊരു വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് ഇത്. വാതിലിലോ പൂജാമുറിയിലോ ഒരു ഓം ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. ആ മന്ത്രം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇതിലേതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.